അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കൊരു സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ എനിക്കും സുഖം തന്നെ. ഇന്ന് നല്ലൊരു സ്പെഷ്യൽ കൊച്ചിക്കോയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്ന്. അത് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ അവർ വറുക്കുന്നതാണ്. കുറച്ച് അവർ ഇട്ടിട്ടുണ്ട്. ഇത് എത്ര ആളുണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് വറുക്കാം. കുറേ ആൾക്കാരുണ്ടെങ്കിൽ 1 കിലോ അവരെല്ലാം വറുക്കാം. ഇത് ഞങ്ങൾ 3 ആളേ ഇല്ലു. അപ്പോൾ ഒരു 1/4 കിലോ അവരാണ് ഞാൻ എടുത്തത്. നന്നായി ഒന്ന് വറുക്കണം. കുറേ നാളായി ഒന്ന് അത് ആക്കണം എന്ന് വിചാരിക്കുന്നു. സമയം കിട്ടുന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ നന്നായി ഇതാ വറുത്ത് നല്ല കിലുകിലുങ്ങുന്നുണ്ട്. അവർ ഇങ്ങനെ പൊട്ടണം. നല്ല ഇത് വറുത്ത് കഴിഞ്ഞാലേ രസം ഉണ്ടാവും അത് തിന്നാൻ വേണ്ടിയിട്ട് നമുക്ക്. ഇത് നമുക്ക് ഓഫാക്കാം. അങ്ങനെ നമുക്ക് കൊച്ചിക്കോയ തുടങ്ങാം. പഴം 1/2 കിലോ, 1/2 കിലോ അവർ വറുത്ത്, 1 തേങ്ങൻ്റെ കട്ടിപ്പാൽ, 1 ഗ്ലാസ് മിൽമാപ്പാൽ, ചെറിയുള്ളി നന്നായി ചെറുതായി മുറിച്ച്, 1 കഷ്ണം ഇഞ്ചിയുടെ നീര്, 1 മുറി ചെറുനാരങ്ങൻ്റെ നീര്. അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ കായ് തോലെല്ലാം കളഞ്ഞ് ഉലിഞ്ഞ് വെക്കണം. നിങ്ങൾ എത്ര വരാന്ന് ഇല്ലത് ഇല്ല ആളെ അനുസരിച്ചിട്ട് നമുക്ക് പഴവും പിന്നെ അവരും കൂട്ടാം. ഇത് നമ്മൾ കുറച്ചായതുകൊണ്ട് കുറച്ച് പഴവും കുറച്ച് അവരും. നല്ല രസമാണ് ഇത് തിന്നാൻ. ഇതാരും പേരിട്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. കൊച്ചിക്കോയ അത് മാത്രം എനിക്കറിയില്ല. ഇനി വെച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഇതിനെ കൊണ്ട് നമുക്ക് ഉടച്ചെടുക്കാം. നന്നായി ഉടക്കണം. ഇത് നന്നായി ഉടച്ച് ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കാനുണ്ട്. ചെറിയുള്ളി, കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായി ഇത് തിരുമ്പണം. കൈ കൊണ്ട് തന്നെ ഇത് തിരുമ്പണം. ചെറിയ ഉള്ളി ഇങ്ങനെ തിരുമ്പി നന്നായി തിരുമ്പി എന്നിട്ട് നമുക്ക് പഴത്തിലേക്ക് ഇടാം. ഇനി ഇത് 2 കൂടി ഉള്ളിയും പഴവും കൂടിയിട്ട് ഇത് നല്ല ഈരൊന്ന് അമർത്തണം. നല്ല ഉടക്കണം. തന്നെ നല്ല എരി. ഇതിലേക്ക് നമ്മൾ തേങ്ങൻ്റെ പാൽ, 1 തേങ്ങൻ്റെ കട്ടിപ്പാലാണ്. കട്ടിപ്പാൽ 1 ഗ്ലാസ് മിൽമപ്പാൽ കാച്ചിയത്. നന്നായി ഇതൊന്ന് ഇളക്കണം. ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പിടാം. 1 ചെറുനാരങ്ങൻ്റെ നീര്, 1 കഷ്ണം ഇഞ്ചിൻ്റെ നീര്. ഈ പുളിയെ നല്ല ഇഞ്ചിയുടെ നീരും പുളിയും പഴവും പഞ്ചസാര ചെറിയ ഉള്ളി എല്ലാം കൂടിയിട്ടാകുമ്പോൾ നല്ല രസം ഉണ്ടാവും. കാണാൻ തന്നെ ഇതാ നോക്കിയാൽ എങ്ങനെയുണ്ട്. അയ്യോ ഒരു രക്ഷയുമില്ല. അടിപൊളിയുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് തിന്നിട്ടേക്ക് പറയണം എന്നോട്. നമുക്ക് തിന്നുന്ന കാണാം. ഇതൊന്ന് നല്ല ഇളക്കി കൊടുക്കണം. നല്ല ചെറിയ ഉള്ളിയും നീരും ഇഞ്ചിയും പഴവും അങ്ങനെ നമുക്ക് തിന്നാം. മക്കൾക്ക് വേണമെങ്കിൽ നല്ല പൊട്ടുന്ന അവരിതാ പൊട്ടുന്ന ഇങ്ങനെ തന്നെ. അങ്ങനെ ഇത് കുറച്ച് ഒഴിക്കുക. തിന്നോക്കട്ടെ മക്കളെ.
എല്ലാവരും പറയുമ്പോൾ ഇത്ര രസമുണ്ട് എന്ന് എനിക്കറിയില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. തിന്നാൻ തന്നെ ഇതാ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.